വിശേഷങ്ങള്? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ്. അതായത് ഒരു മധുരം, നമ്മുടെ പ്രിയപ്പെട്ട ലഡു. ഇന്നത്തെ ലഡുവിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസിയാണ്. മാത്രമല്ല നമുക്ക് നമ്മുടെ ലഡുവിനൊരു പേര് കൊടുക്കാം. അതായത് ലോക്ക്ഡൌൺ ലഡു. വേറെ ഒരു പേര് ഞാൻ കൊടുക്കുന്നില്ല, കാരണം നിങ്ങൾ പറയും അങ്ങനെയല്ല ഇങ്ങനെയല്ല. അപ്പൊ അതിനൊന്നും ഒരു കൺഫ്യൂഷനും വേണ്ട. പക്ഷെ ധൈര്യപൂർവ്വം നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കാം. ഇപ്പൊ ലോക്ക്ഡൌൺ ആയതുകൊണ്ട് പല ബേക്കറീസ് ഉണ്ടാവാറില്ല അല്ലെ. അപ്പൊ അമ്മമാർക്ക് പെട്ടെന്ന് പോയിട്ട് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ലഡു ആണ്. അപ്പൊ എല്ലാവരും തയ്യാറാക്കി നോക്കൂട്ടാ. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന നമ്മുടെ ഗീ റൈസ്, അതായത് ദം ചെയ്തിട്ടുള്ള ഗീ റൈസ് ഒരുപാട് പേര് തയ്യാറാക്കിയിട്ട് എനിക്ക് ഫോട്ടോസ് അയച്ചിരുന്നുണ്ടായിരുന്നു. അപ്പൊ ഫോട്ടോസ് ഒക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷം. അതുപോലെ തന്നെ ലഡുവിന്റെ ഫോട്ടോസും ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഒട്ടും താമസിച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് രുചികരമായിട്ടുള്ള അതേസമയം വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ലഡു എങ്ങനെയാണ് തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു സൂപ്പർ ഈസി ആയിട്ടുള്ള അതേസമയം ടേസ്റ്റിന് കോംപ്രമൈസ് ഒന്നും വരാത്ത രീതിയിലുള്ള അടിപൊളിയായിട്ടുള്ള ലഡു ഉണ്ടാക്കാം. ലോക്ക്ഡൌൺ സ്പെഷ്യൽ ലഡു നമുക്ക് പേര് കൊടുക്കാം അല്ലെ. കാരണം നമുക്കിപ്പോ വേറൊരു ലഡു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറയാം ആട്ട് ലഡുവിന്റെ ടേസ്റ്റ് ഇല്ല, ഈ ലഡുവിന്റെ ടേസ്റ്റ് ഇല്ല എന്നൊക്കെ പറയാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇതൊരു യൂണീക്ക് ആയിട്ടുള്ള ലഡു ആയിക്കോട്ടെ അല്ലെ. അപ്പൊ അതിനുവേണ്ടി ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കടലപ്പരിപ്പാണ്. കടലപ്പരിപ്പ്, 1 ഗ്ലാസ് കടലപ്പരിപ്പ് ഓവർനൈറ്റ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതല്ലെങ്കിൽ ഒരു 4-5 മണിക്കൂറെങ്കിലും മിനിമം വെള്ളത്തിലിട്ട് വെക്കുക. അതിനുശേഷം നന്നായി വാഷ് ചെയ്തിട്ട് വെള്ളം പാലാൻ വേണ്ടി ഒരു അരിപ്പയിൽ എടുത്ത് വെച്ചിരിക്കുന്ന കടലപ്പരിപ്പാണിത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചോദിക്കാം കടലപ്പരിപ്പിന് പകരമായിട്ട് സാധാരണ കടലയോ അല്ലെങ്കിൽ തുവരപ്പരിപ്പോ ഒക്കെ ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് ചോദ്യങ്ങൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പറ്റും, ഇല്ലാണ്ടൊന്നുമില്ല. പക്ഷെ ഈ കടലപ്പരിപ്പ് വെച്ചുണ്ടാക്കുന്ന ടേസ്റ്റ് ആയിരിക്കില്ല നമ്മൾ തുവരപ്പരിപ്പ് വെച്ച് ചെയ്യുമ്പോൾ കേട്ടോ. അതിൻ്റെതായ വ്യത്യാസങ്ങളുണ്ടാവും. ഓരോ പരിപ്പിനും അതിൻ്റെതായ രുചിയുണ്ട്. അപ്പൊ ആ രുചിയുടെ വ്യത്യാസങ്ങൾ അതിൽ കാണും. പക്ഷെ ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ തന്നെ പ്രിഫർ ചെയ്യുന്നത് ഈ ഒരു പരിപ്പ് തന്നെയാണ്. അപ്പോൾ ഈ പരിപ്പ് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പരിപ്പോടെ ഉണ്ടാക്കില്ലേ, പരിപ്പോടൊക്കെ ഉണ്ടാക്കുന്ന പോലെ നന്നായിട്ടൊന്ന് ചെറിയ മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചാൽ ഇച്ചിരി അത്യാവശ്യം നന്നായിട്ട് അരയണം. ഓവറായിട്ട് പേസ്റ്റ് ആവണ്ട, എന്നാലും അത്യാവശ്യം നന്നായിട്ട് ഒന്ന് അരച്ചിട്ട് ശേഷം കൊണ്ടുവരാം. അപ്പൊ മൊത്തത്തിൽ ഞാൻ അരച്ചിട്ട് കൊണ്ടുവരാം കേട്ടോ. ആദ്യം കുറച്ചായിട്ട് ഇടണേ. ഒരുമിച്ച് ഇട്ട് കഴിഞ്ഞാൽ അരഞ്ഞ് കിട്ടില്ല. ഒരല്പം മാത്രം ഒഴിച്ചു കൊടുക്കുക, അതിനുശേഷം അരയ്ക്കുക. അങ്ങനെ എല്ലാം കൂടി ഇതേപോലെ അരച്ചിട്ട് ഞാൻ കൊണ്ടുവരാം. കടലപ്പരിപ്പ് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഓവറായിട്ട് ഇങ്ങനെ അരയണ്ട. നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ നമുക്ക് ഇതിന്റെ കുറച്ച് പരിപ്പൊക്കെ അരയാത്ത പോലെ തടയണം. ഞാനൊരു ഹിന്ദി ചാനൽ കണ്ടിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. പക്ഷെ അവര് ഇങ്ങനെയല്ല ചെയ്തിരുന്നത്. ഇവരെന്താ ചെയ്തത്, ഈ സംഭവത്തിന് 1 ടേബിൾ സ്പൂൺ നെയ്യിൽ വഴറ്റി എടുക്കുകയാണ്. ഞാൻ അങ്ങനെ ചെയ്ത് നോക്കിയപ്പോൾ എന്താ വെച്ചാൽ ഇതിന്റെ ഒരു പച്ചമണം ഉണ്ടല്ലോ, അതപ്പം പോവാത്ത പോലെ. അപ്പൊ നമ്മൾ ലഡു ആക്കി കഴിക്കുമ്പോൾ ഒരു പച്ചച്ചൊവ നിൽക്കുന്ന പോലെ തോന്നി. അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ഇതേപോലെ കുഞ്ഞി ഇതേപോലെ ഉരുളകളല്ല, ഇതേപോലെ ഷേപ്പിലാക്കിയിട്ട് കുറച്ച് എണ്ണയിലിട്ട് അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാൻ പോവുകയാണ് കേട്ടോ. നമുക്ക് അങ്ങനെ ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്ത് മറ്റേ രീതി ചെയ്ത് നോക്കിക്കോളൂ. അപ്പൊ നിങ്ങൾക്ക് ആ ഡിഫറൻസ് മനസ്സിലാവും. അപ്പോൾ കുറച്ച് എണ്ണ ചൂടാക്കട്ടെ. ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണയോ എന്തായാലും ഉപയോഗിക്കാം. മാത്രമല്ല നെയ്യ് മാത്രം ഉപയോഗിച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുകയും ചെയ്യാം. പക്ഷെ ഞാനിവിടെ നെയ്യ് മാത്രം ഉപയോഗിച്ചാൽ എൻ്റെ അടുത്ത് നെയ്യ് അത്രയൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഓയിൽ ഒഴിച്ചു എന്ന് മാത്രം. ഞാൻ പറഞ്ഞ പോലെ വെളിച്ചെണ്ണ ഉപയോഗിക്കാം കേട്ടോ. ഇതിലോട്ട് നെയ്യിന്റെ ഒരു ഫ്ലേവർ കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഈ എണ്ണയുടെ കൂടെ ഒഴിച്ചു കൊടുക്കാം. ഒരു മീഡിയം ചൂടാവുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പൊ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന പരിപ്പിന്റെ മിക്സ് ഇങ്ങനെ കയ്യിൽ വെച്ച് പ്രസ് ചെയ്യുക, ഇട്ട് കൊടുക്കുക. ചൂട് ഇനി എപ്പോഴും ശ്രദ്ധിക്കണേ, ഒരുപാട് ഹൈ ആവാൻ പാടില്ല. ഒരുപാട് വലിയ കഷ്ണങ്ങൾ ഇടണ്ട കേട്ടോ. ഒന്ന് പരത്തിയിട്ട് കൊടുത്താൽ മതി. എണ്ണയും ഒരുപാടൊന്നും വേണ്ട. ഒരു 1/4 ഭാഗം മുങ്ങിക്കിടക്കുന്ന രീതിയിലുള്ള എണ്ണ. പിന്നെ വറുത്ത് കഴിഞ്ഞാൽ ആ ഒരു പച്ചമണം മാറിക്കിട്ടും. അതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ വറുക്കുന്നത്. വഴറ്റിയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ വഴറ്റാൻ നിൽക്കണമെങ്കിൽ നമ്മൾ നെയ്യിൽ കുറേ നേരം അങ്ങ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഈസിന്ന് അപ്പോൾ പറയാൻ പറ്റില്ല. ഞാൻ 2 ലഡു ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഈസി വേർഷനും ഒരു ബൂന്തി ലഡും. അപ്പോൾ അതിന്റെ ഏകദേശം ടേസ്റ്റ് ഒക്കെ വരും. പക്ഷെ വേറൊരു ഈസി മെത്തേഡിൽ ചെയ്തു എന്ന് മാത്രം. അത് തിരിച്ചു മറിച്ചിട്ടിട്ട് ചെറിയൊരു ഗോൾഡ് കളർ ആവുന്ന സമയത്ത് കോരി മാറ്റി വെക്കാം. ഒരുപാട് വെള്ളം കൂടാൻ പാടില്ല കേട്ടോ. ഞാൻ ആകപ്പാടെ മൊത്തത്തിൽ അരയ്ക്കാൻ വേണ്ടി 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഒരുപാട് വെള്ളമായി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ കൈ കൊണ്ട് പ്രസ് ചെയ്തിടാൻ പറ്റില്ല. 2-3 ബാച്ചായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പൊ ഇച്ചിരി കഴിയുമ്പോൾ തിരിച്ചിടാം കേട്ടോ. ഈ സെയിം സാധനത്തിൽ കുറച്ച് കറിവേപ്പിലയും പച്ചമുളകും സവാളയും മുളകും ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരു സ്പൈസി ആയിട്ടുള്ള സ്നാക്കായിട്ട് മാറും. ഉപ്പും കൂടി ഇടുകയാണെങ്കിൽ. അപ്പൊ തിരിച്ചിടുകയാണ് ഞാൻ. അപ്പൊ ഞാനിത് എടുക്കുകയാണ് കേട്ടോ. ഒരു ചെറിയൊരു ഗോൾഡ് കളർ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്നറിയില്ല. ഞാനൊന്ന് അടുത്തേക്ക് കാണിച്ചു തരാം. ഇപ്പൊ നോക്കുമ്പോൾ ഇച്ചിരി സോഫ്റ്റ് ആയിട്ടിരിക്കും. പക്ഷെ പുറത്തിരുന്നതിന്റെ ചൂടാറുമ്പോഴേക്കും നല്ല ക്രിസ്പി ആയിട്ട് വരും. ഈ ഒരു കളറൊക്കെ ഉള്ള സമയത്ത് നമുക്കതങ്ങ് എടുക്കണം കേട്ടോ. അല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ആകെപ്പാടെ ഡാർക്ക് കളറായി കഴിഞ്ഞാൽ നന്നായിട്ടുണ്ടാവില്ല. അപ്പോൾ നമുക്ക് കോരി മാറ്റി ഒരു കിച്ചൺ ടിഷ്യൂലോട്ടോ അല്ലെങ്കിൽ ഒരു അരിപ്പയിലോട്ടോ മാറ്റാം. ഇത് ബാക്കിയുള്ളത് ഇതേപോലെ തന്നെ നമുക്ക്
ഫ്രൈ ചെയ്തെടുക്കാം. അപ്പൊ നമ്മൾ ആ മറ്റേ സംഭവം 2 ബാച്ചായിട്ട് വറുത്തെടുത്തിട്ട് ഫുൾ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഈ എണ്ണയിലോട്ട് ഈ നെയ്യും എണ്ണയും കൂടിയിട്ടുള്ള മിക്സിലോട്ട് കുറച്ച് ഒരു 5 അണ്ടിപ്പരിപ്പ് വളരെ ചെറുതാക്കി അരിഞ്ഞ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പൊ എണ്ണയുടെ ചൂടെപ്പോഴും ശ്രദ്ധിക്കണം. ഓവർ ചൂടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഞാൻ ഇന്നലെ നെയ്ച്ചോറ് ഉണ്ടാക്കിയപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചെറിയൊരു ഗോൾഡ് കളർ ആകുമ്പോൾ നമുക്ക് തന്നെ കോരിയും മാറ്റിയെടുക്കാം കേട്ടോ. അണ്ടിപ്പരിപ്പ് ചേർക്കണം എന്നൊരു നിർബന്ധമില്ല. പക്ഷെ നമ്മളിപ്പോ ലഡു ആയതുകൊണ്ട് പാവം ലഡുവിന് സങ്കടമാവാൻ പാടില്ലല്ലോ. അണ്ടിപ്പരിപ്പിനെ ചേർത്തിട്ടില്ലെങ്കിലും കിസ്മിസിനെ ചേർത്തില്ലെങ്കിലും പാവം അത് ഒറ്റയ്ക്കാവും. അതുകൊണ്ട് നമുക്ക് കൂട്ടുകാരെ ചേർത്ത് കൊടുക്കണം. കോരി ഒരു ടിഷ്യൂലോട്ട് മാറ്റാം കേട്ടോ. അതിലേക്ക് കുറച്ച് കിസ്മിസ് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഒരുപാടൊന്നും ഇടുന്നില്ല. ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ എന്ത് പറ്റുന്ന അറിയാമോ, നമ്മളിത് പിടിക്കുന്ന സമയത്ത് ഓവറായി കഴിഞ്ഞാൽ ശരിക്കും ഉണ്ട ഉരുട്ടാൻ പറ്റില്ല, ഉണ്ട പിടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇതെല്ലാം ഇതിന്റെ അളവൊക്കെ കുറച്ച് മതി, ഒരു പേരിന് മാത്രം. പിന്നെ നിങ്ങളുടെ അടുത്ത് മറ്റേ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന കർപ്പൂരില്ലേ, പച്ചക്കർപ്പൂരം ഉണ്ടെങ്കിൽ സൂപ്പർ ആയിരിക്കും. നമ്മളെ നോർമൽ ആയിട്ടുള്ള ആ ഒരു ലഡുവിന്റെ ഒക്കെ ഒരു ഫ്ലേവർ വരും. പക്ഷെ എൻ്റെ അടുത്ത് ഇപ്പൊ അതില്ലാത്ത കാരണം നിവൃത്തിയില്ല ഇടാൻ. അപ്പൊ അത് ഉണ്ട് കുട്ടികളായി വന്നിട്ടുണ്ട്, നമുക്ക് കോരിയെടുത്ത് മാറ്റി വയ്ക്കാം. അപ്പൊ ഇത് ചൂടാറിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത് ചൂടാറുമ്പോൾ ഇച്ചിരി ക്രിസ്പി ആവും. ഉള്ളിൽ നമ്മൾ ഇന്ന് കഴിച്ചു നോക്കണം, പച്ച ടേസ്റ്റ് ഒന്നും ഇല്ലാന്ന് ഉറപ്പ് വരുത്തണേ. അതായത് നന്നായി ഫ്രൈ ആയിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തണേ. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നമ്മളിത് ഉണ്ടാക്കുന്ന സമയത്ത് ഒരു പച്ച റോ ടേസ്റ്റ് പോലെ തോന്നും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പൊ നമുക്ക് ചൂടാറിയതിന് ശേഷം, അപ്പൊ ഇത് ചൂടാറിയിട്ടുണ്ട്, നമുക്ക് 2-3 ബാച്ചായിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കണം. മിക്സിയുടെ ചെറിയ ജാറിലിട്ടതിന് ശേഷം നന്നായി പൊടിച്ചിട്ട് കൊണ്ടുവരാം. ഞാൻ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കണം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഷുഗർ സിറപ്പ്, പഞ്ചസാര പാനി ഉണ്ടാക്കുക. അതിനുശേഷം അതൊന്ന് ഒരു 1 സ്ട്രിങ് കൺസിസ്റ്റൻസി ആവുന്ന സമയത്ത് അതിലോട്ട് ഇട്ടതിന് ശേഷം മിക്സ് ചെയ്ത് ഉണ്ട ഉരുട്ടി എടുക്കുക. അത്രേ ഉള്ളൂ പണി. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു കടായി അടുപ്പത്ത് വെക്കുക. ഞാൻ സെയിം കടായി തന്നെ അടുപ്പത്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. അതിലോട്ട് നമുക്ക് ഇവിടെ 1 കപ്പ് കടലപ്പരിപ്പിന് 3/4 കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. ഏത് കപ്പിലാണോ നിങ്ങൾ കടലപ്പരിപ്പ് എടുക്കുന്നത് ആ സെയിം കപ്പിൽ തന്നെ പഞ്ചസാര. പക്ഷെ നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ 1 കപ്പിന് 1 കപ്പ് പഞ്ചസാര തന്നെ വേണം കേട്ടോ. നമ്മളിപ്പോൾ ഇച്ചിരി മധുരം ഒരു മീഡിയം മധുരം ആയതുകൊണ്ട് മാത്രമാണ് 3/4 കപ്പ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നോർമൽ വെള്ളമാണേ, തണുത്തതുമല്ല ചൂടുവെള്ളമല്ല, നോർമൽ ടെമ്പറേച്ചറിലുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ തീ ഓൺ ചെയ്ത് കൊടുക്കാം. അതിലോട്ട് നമുക്ക് ഒരു നുള്ളു ഉപ്പ് കൂടാൻ പാടില്ല. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കി നോക്കിയപ്പോൾ ഉപ്പ് കുറച്ച് കൂടിയിട്ടുണ്ടായിരുന്നു ഇട്ടത്. അതുകൊണ്ട് ഒരു നുള്ളു മാത്രം ഉപ്പ് ഇടുക. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഷുഗറിനെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രം. ഒരു നുള്ളു എന്ന് പറഞ്ഞാൽ ഒരു നുള്ളു മാത്രം കേട്ടോ, എക്സ്ട്രാ ചേർക്കാൻ പാടില്ല. അങ്ങനെ ലഡു പിന്നെ നമുക്ക് കഴിക്കാൻ പറ്റില്ല. ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക. അതിനുശേഷം 1 സ്ട്രിങ് കൺസിസ്റ്റൻസി, അതായത് തൊട്ട് നോക്കുമ്പോൾ ഒറ്റ കമ്പി പരുവം എന്നുള്ള രീതിയിലാവുമ്പോഴാണ് നമുക്ക് അതിലോട്ട് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന കടല ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. നന്നായിട്ട് തിളക്കട്ടെ. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്ന ഒരു നുള്ള് ഏലക്കയുടെ പൊടി. ഏലക്കയുടെ പൊടി താല്പര്യം ഇല്ലെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതാണ് ഫ്ലേവർ വേണ്ടത് അതിനനുസരിച്ച് എന്താണെന്ന് വെച്ചാൽ ചേർത്ത് കൊടുത്തോളൂ കേട്ടോ. ഏലക്കയുടെ പൊടിയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഒരു ഏലക്ക നന്നായി വാഷ് ചെയ്തതിന് ശേഷം അതിൽ ഇട്ട് കൊടുത്ത് തിളപ്പിച്ച് കൊടുത്താലും മതി. അപ്പോഴും നല്ല ഏലക്കയുടെ ഫ്ലേവർ വരും. അപ്പൊ എന്താണ് കയ്യിലുള്ള അത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് തിളക്കട്ടെ. പിന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ കളറിന് വേണമെങ്കിൽ കളർ ചേർത്ത് കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തണം. ഞാൻ ഒരു നുള്ള് മഞ്ഞ കളറിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഭംഗി കിട്ടാൻ വേണ്ടി മാത്രം. ഒരു നുള്ളെന്ന് പറഞ്ഞാൽ ഒരു നുള്ളു പോലും ഞാൻ ചേർത്തിട്ടില്ല, ജസ്റ്റ് ഒരു ഇങ്ങനെ ഇട്ടതാണ്, അത്രേ ഉള്ളൂ കേട്ടോ. നന്നായിട്ട് തിളക്കട്ടെ. ഒന്ന് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതാ, ഈ ഒരുപാട് വലിയ സ്പ്രിങ് വേണ്ട കേട്ടോ, കാരണം ഓവറായി കഴിഞ്ഞാലും ബുദ്ധിമുട്ടാണ്. ഇതുപോലെ ഇങ്ങനെ ഒട്ടി പിടിക്കുമ്പോൾ 2 കയ്യിൽ നിന്ന് എടുക്കുമ്പോൾ ഒരു ത്രെഡ് ഫോം ചെയ്യണം, അത്രേ ഉള്ളൂ. അപ്പം നമുക്ക് ഈ ഒരു ഇത് മതി. ഒരു 5 മിനിറ്റിനും കുറവാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് തീ ഓഫ് ചെയ്യണം. എന്നിട്ട് ഇതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചെറുനാരങ്ങ നീര് അല്പം മാത്രം. ഞാനൊരു 1/4 ടീസ്പൂണോളം ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചേർക്കുന്നത് ഷുഗർ ക്രിസ്റ്റലൈസ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിതിലോട്ട് കുറച്ചായിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ കൂട്ട് ചേർത്ത് കൊടുക്കാം. അത് മിക്സ് ചെയ്യാം. അതിനുശേഷം വീണ്ടും ഇട്ട് കൊടുക്കാം. അതിന് മൊത്തത്തിൽ ഈ ഷുഗർ സിറപ്പിലോട്ട് ഇട്ട് കൊടുത്തങ്ങ് മിക്സ് ചെയ്യാം. എല്ലാ ഭാഗത്തേക്കും ഈ ഷുഗർ സിറപ്പ് എത്തിയെന്ന് ഉറപ്പ് വരുത്തണം. പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 ടീസ്പൂൺ നെയ്യ്. നെയ്യ് ഇഷ്ടമില്ലാത്തവർ അത് ചേർക്കണ്ട. ഒരു നെയ്യിൻ്റെ ഫ്ലേവർ ഇരുന്നോട്ടെ എന്ന് വെച്ചിട്ട് മാത്രമാണ് ഞാൻ പറയുന്നത്. പൊരിച്ചു വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും കിസ്മിസ് ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ നെയ്യും ചേർത്ത് കൊടുക്കുക. ഞാൻ പറഞ്ഞ പോലെ നെയ്യ് ഓപ്ഷനിലാണ്, താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം മതി. ഇത് ചേർക്കുന്ന വശം തന്നെ ഗ്യാസ് ഓഫ് ചെയ്യാൻ മറക്കരുത്. ഇനി ചെറിയ ചൂടോടുകൂടി തന്നെ നമുക്ക് ഉണ്ടകൾ പിടിക്കണം, അല്ലെങ്കിൽ ഇത് നമുക്ക് പിടിക്കാൻ പറ്റില്ല. കറക്റ്റ് അളവാണ്. ഈ കറക്റ്റ് അളവ് നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ലഡു നമുക്ക് കിട്ടും. ഇനി ഇത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. പിടിക്കാൻ പറ്റുന്ന ചൂടുള്ളൂ കേട്ടോ. ചൂടോടുകൂടി നമുക്ക് ഇതേപോലെ കുഞ്ഞു ഉരുളകളാക്കി അങ്ങ് ഉരുട്ടി കയ്യിൽ പിടിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇച്ചിരി എണ്ണയോ നെയ്യോ തടവിയാൽ മതി കയ്യിൽ. ഞാൻ പക്ഷെ ഇതിൽ നെയ്യ് ഒഴിച്ചിരിക്കുന്ന കാരണം വേറെ കയ്യിൽ എണ്ണയുടെ ആവശ്യമൊന്നും വന്നിട്ടില്ല. കണ്ടില്ലേ, ഉരുള ഉരുട്ടുക. എന്നിട്ട് പറ്റുന്നുണ്ടെങ്കിൽ ഒരു
കിസ്മിസ് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെക്കുക. ഭംഗിയായിട്ടുള്ളൊരു ലഡ്ഡു കുട്ടപ്പനായിട്ട് മാറും. ഇതുപോലെ തന്നെ അമ്മ ഇതുപോലെ തന്നെ ചെറിയ ചൂടുള്ളൂ, കൈയൊന്നും പൊള്ളൊന്നുമില്ല, പേടിക്കൊന്നും വേണ്ട. എങ്ങനെയുണ്ട്? സുന്ദരനല്ലേ, സുമുഖനല്ലേ? അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാതും ഉരുട്ടിയെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ലഡു റെഡി ആയിട്ടുണ്ട്. 19 ലഡു ആണ് ഈ ഒരു അളവിൽ നിന്ന് എനിക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു ബേബി ഉണ്ട്, ബാക്കി മുതിർന്നവരുമാണ്. നന്ദു വന്ന് ചോദിച്ചോണ്ടിരിക്കുക എന്താണ് ഇത്? ലഡു. ഇത് മുന്തിരി. അത്തിന് മുന്തിരി ഇഷ്ടമില്ല. റൈസിൻസ്, ഉണക്കമുന്തിരി, ഡ്രൈ ഗ്രേപ്സ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞ പോലെ ഇത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിൽ നിങ്ങൾ വേറൊരു ലഡ്ഡും കഴിക്കില്ല എന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. ഇതൊരു പാവം സാധു ലഡ്ഡു ആണ്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും അടുക്കളയിൽ പോയിട്ട് ഉണ്ടാക്കി പിള്ളേർക്ക് കൊടുത്ത് അവരെ സന്തോഷിപ്പിക്കുക, അത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഷെയർ ചെയ്യുക, നമ്മളൊന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഫോട്ടോ എടുത്തതിന് ശേഷം ഞാൻ ഒരെണ്ണം ടേസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഫോട്ടോയിൽ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ വേറൊരു കാര്യം, ഇതും പറഞ്ഞൊരു ഞാനിത് ഒരുപാട് ദിവസമൊന്നും സൂക്ഷിച്ച് വെച്ച് നോക്കിയിട്ടില്ല. അപ്പോൾ എത്ര ദിവസം ഇരിക്കുമെന്ന് എനിക്കറിയില്ല. മാക്സിമം പോയ 2 ആഴ്ച. പക്ഷെ ഫ്രിഡ്ജിൽ വെക്കണമെങ്കിൽ ഏറ്റവും നല്ലത്. പുറത്തൊക്കെ ഒരാഴ്ചയൊക്കെ വെക്കാൻ പറ്റും. വെക്കുകയാണെങ്കിൽ അടച്ചുറപ്പുള്ള ഒരു പാത്രത്തിലിട്ട് വെക്കുക. പിന്നെ ഇത് കുറച്ച് ദിവസം ഇരിക്കുമ്പോൾ കുറച്ചൊരു ഒന്ന് കട്ടിയാവാനുള്ള ചാൻസ് കൂടുതലാണ്, കുറച്ച് കല്ല് പോലെ ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അവനിൽ 10 സെക്കൻഡ് മാത്രം ഒന്ന് ചൂടാക്കുക, കഴിക്കുക. അപ്പോൾ സൂപ്പർ പുതിയതായി ഉണ്ടാക്കിയതുപോലെ ഉണ്ടാവും. കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയതിൻ്റെ 2 ലഡ്ഡു ബാക്കി ഉണ്ടായിരുന്നു ഇന്നലെ. അപ്പോൾ ഞാനത് കഴിക്കാൻ നോക്കിയപ്പോൾ ഇച്ചിരി കട്ടി പോലെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അവനിൽ വെച്ചിട്ട് ഞാൻ 10 സെക്കൻഡ് ചൂടാക്കി കഴിച്ചു. അപ്പോൾ സൂപ്പർ ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ എല്ലാവരും തയ്യാറാക്കി നോക്കുക. കുട്ടികൾക്ക് മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ടുള്ള ഈ ലഡ്ഡു മാക്സിമം ഷെയർ ചെയ്യാൻ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഒരു ലഡ്ഡു കഴിക്കണ്ടേ? നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ലഡ്ഡു ഞാൻ എടുക്കുകയാണേ. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിപ്പുണ്ടാവും. സത്യം പറയാമോ, എനിക്ക് മറ്റേനേക്കാൾ ഇഷ്ടപ്പെട്ട ഈ ലഡ്ഡു ആണ്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. എനിക്ക് മധുരം പാകമാണ് കേട്ടോ. പിന്നെ ഒരു തരി ഉപ്പും എല്ലാം പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ആ ഒരു നമ്മൾ ചേർത്ത ഏലക്കാപ്പൊടിയും ആ ഇച്ചിരി ചെറുനാരങ്ങ നീരൊക്കെ ഒഴിച്ചപ്പോൾ പെർഫെക്റ്റ് ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് ആയിരുന്നു. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ വറുത്തതിന് ശേഷം പൊടിക്കുമ്പോൾ നന്നായിട്ട് പൊടിക്കണം. തരി പാടില്ല. തരി ഉണ്ടാകുമ്പോൾ എന്താ വെച്ചാൽ ഇത് തണുത്ത് കഴിഞ്ഞാൽ ഹാർഡ് ആവാനുള്ള ടെൻഡൻസി അപ്പം ഉണ്ടാവും. അപ്പോൾ നന്നായിട്ട് പൊടിക്കാം, പ്രത്യേകിച്ച് മറക്കരുത്. ഇത്ര ചെറിയ കൊച്ചു ടിപ്പുകൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ സൂപ്പർ ടേസ്റ്റ് ആയിട്ട് ലഡ്ഡു നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ട് റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു.